ഇവിടെ ദാ കാറ്റുകാലം തുടങ്ങിയിട്ടോ. കാറ്റുകാലം തുടങ്ങിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ കാറ്റടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വാഴയുടെ ഇലയൊക്കെ കണ്ടില്ലേ ചീന്തി കീറി നിൽക്കുന്നത്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, കുറച്ചധികം ദിവസമായി നമ്മൾ കണ്ടിട്ട്. എനിക്ക് ചെറിയൊരു കമ്മ്യൂണിറ്റി വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ ഒരു പടക്കം പൊട്ടിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാ, ഷോർട്സ് ആയിട്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഞാനൊന്ന് ലൈറ്റായിട്ട് കുറച്ച് സ്ലോ മോർണിംഗ് ഒക്കെ ആസ്വദിച്ചിട്ടാണ് ഇന്ന് ജിമ്മിൽ പോകുന്നത്. കാരണം എനിക്ക് 9:15 ബസ്സിന് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിൻ്റെ മുന്നിൽ നിന്ന് ബസ് ഓടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓടി തുടങ്ങുന്നുണ്ടെന്നല്ല, ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ കാലത്ത് എണ്ണീറ്റ് ആ ഇളം വെയിലിൽ നമ്മുടെ അടീനിയൊക്കെ ഇങ്ങനെ പൂത്തുളിഞ്ഞ് നിൽക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇരുമ്പമ്പുളിമിക്ക് എൻ്റെ കണ്ണെത്തിയത്. ഇരുമ്പമ്പുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പരിപ്പും ഇരുമ്പമ്പുളിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കേട്ടോ. ഇവിടെയുള്ള ഇരുമ്പമ്പുളിമരവും അതുപോലെ തന്നെ പരിപ്പും പാത്രമൊക്കെ എൻ്റെ പ്രാവും. ഈ ചേച്ചിക്ക് ഞങ്ങളൊന്ന് വിട്ടുപിടിച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് ഉണ്ടാവണ നമ്മുടെ വിഷമൊന്നും അടിക്കാണ്ട് കിട്ടുന്ന സംഭവമല്ലേ. ഒരു താമരരെല്ലാം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പറക്കി കൂട്ടി അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോണ്ടാ അവിടെ അഗത്തിച്ചീരി ഉണ്ടായിക്കണ്. അഗസ്തിചീരി ഇല്ലേ, നമ്മുടെ അവിടെ വൈറ്റാണുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ പരിപ്പും ഇരുമ്പമ്പുളിയും അഗസ്തിചീരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അവിടെ ധാരാളം കറിവേപ്പിൻ്റെ ഇലയുണ്ട്. ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഷിൻസി ചേച്ചീനെ ഓർമ്മയില്ലേ, നമ്മുടെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്ന, നമ്മുടെ കടയിലൊക്കെ ജോലി ഉണ്ടായിരുന്നത്, ചേച്ചി നട്ട് തന്നിട്ട് പോയിട്ടുള്ള ഒരു ആര്യവേപ്പിൻ്റെ അല്ലടാ നമ്മുടെ കറിവേപ്പിലിൻ്റെ തെയ്യാണ്. അതുമ്പോൾ നിറച്ച് ഇങ്ങനെ കറിവേപ്പിലുണ്ടാവും കേട്ടോ. ബാക്കി ഇടയ്ക്കിടയ്ക്ക് വെട്ടി കടയിലേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേരുമെന്ന് മുളച്ച് നിറച്ച് തൈകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കറിവേപ്പിലേക്കൊന്നും നമ്മുടെ ഇവിടെ ഒരു ക്ഷാമവും കേട്ടോ. ആ നിൽക്കണ വലിയ മരമാണ് അഗത്തിപ്പൂവിൻ്റെ മരം, അഗസ്ത്യ ചീരയുടെ മരം. അപ്പോൾ കുറച്ച് കൊമ്പും ചില്ലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒരുപാട് മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചാഞ്ഞും ചെരിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുമൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പുതിയ 2 ചെടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പോകുമ്പോൾ തൊട്ട് തലോടി പോയിട്ടുണ്ടായിരുന്നത്. അത് ചുവപ്പാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നന്നായി വളർന്ന എൻ്റെ അത്രയും ആയിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാർ ഇവിടെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ അത് കടടക്കം വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. വെട്ടി കളഞ്ഞ സാധനത്തിന് പിന്നെ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല വെട്ടി കളഞ്ഞു എന്നുള്ള കാര്യം. പിന്നെ നമ്മളിവിടെ നാട്ടിൻപുറമായ കാരണം കൊണ്ട് ഈ ചുറ്റും മലത്തുകൊടുത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് പൊട്ടിക്കാനും കൂട്ടാൻ വയ്ക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് നോക്കുമ്പോഴേക്കും 9:15 ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ ബസ്സിൽ കയറിയിട്ടേ ഒരു 2-3-4 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ജിമ്മിലെത്തും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. ഞാൻ ബസ്സിലാണ് പോണത്. നമ്മുടെ കട്ടപ്പുണ്ടല്ലോ, ഐക്യൂബിൻ്റെ 3ാമത്തെ സർവീസാണ്. ഭാഗ്യം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. മേടിക്കാനായിട്ട് ഞാൻ പോകണമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ ചേട്ടന്മാർ ഇവിടെ നിന്ന് ചേച്ചിമാരൊക്കെ കെട്ടിക്കൊടുക്കണ പൂവൊക്കെ അവിടെയൊക്കെ ചാർത്തിയിട്ടൊക്കെയാണ് പോവാട്ടാ. നമ്മുടെ ഇവിടെ ഇങ്ങനെ പൂവൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളാണ്. ഇതുപോലെ കാലത്ത് ഫസ്റ്റ് ട്രിപ്പൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പോവാം. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജിമ്മിലേക്ക് പോകണ വഴി എന്ന് പറയുന്നത് മൊത്തം ഇങ്ങനെ റബ്ബർ തോട്ടം 2 സൈഡിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും വർക്കൗട്ട് ചെയ്തു. ഇത് ബൻഹർ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങളൊരു 5-6 പേരുണ്ട് കാലത്തെ സെക്ഷനിൽ. പക്ഷേ ഇന്ന് എല്ലാവരും ലീവായിരുന്നു. പിന്നെ അടുത്ത സെക്ഷനിൽ വേറൊരു റൂമുണ്ട്. അവിടെ കുറച്ച് പേര് സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് കാർഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് ബസ്സിൽ തന്നെ കയറിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബസ് യാത്ര എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് ബസ് സിക്നസ് ഉണ്ട്. എനിക്ക് ബസ്സിൽ കയറി കുറച്ചേരം കഴിയുമ്പോൾ തലവേദന എടുക്കും. എന്നാലും ഈ കാലത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലെത്തിപ്പിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി നമുക്ക് നമ്മുടെ അടുക്കള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് മുഖ്യം പിക്കില്ലേ, അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഞങ്ങളുടെ ഒരു റൂറൽ പ്രദേശമാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇടവിട്ടുള്ള സമയങ്ങളിൽ ബസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇറക്കി തരുകയും ചെയ്യും കേട്ടോ. 1-2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉള്ളൂന്ന് മാത്രം. പക്ഷേ അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ബസ് യാത്രേനെ നമ്പണത്. ഇത് നമ്മൾ കഴിഞ്ഞ 6 കൊല്ലമൊക്കെ ആയിട്ട് അതിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പിജിൻ്റെ കുക്കറാണ് കേട്ടോ. അതേ കുക്കർ തന്നെ ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. കാരണം പഴയ കുക്കറിന് നമ്മുടെ ഭാഗ്യനൊന്നും മധുരക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ പരിപ്പിളക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ അറിയില്ലായിരുന്നു അതിൻ്റെ പ്രഷർ ഇങ്ങനെ റിലീസ് ചെയ്യാൻ. അപ്പോൾ തട്ടിക്കൊട്ടി അതിൻ്റെ കാതും കൈയൊക്കെ ഇങ്ങോട്ട് കയ്യിൽ പോകുന്നു കേട്ടോ. അപ്പോൾ അതേ സംഭവം തന്നെ ഞാൻ 2 ഉള്ളത് മേടിച്ചു. ഇത് നിങ്ങൾ ഇന്നലെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ 2-in-1 എന്ന് പറയില്ലേ, അടപ്പൊക്കെ 3 ഉണ്ട്, കുക്കർ 2 ഉള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് കേട്ടോ. ഇതാണ് 5 ലിറ്ററിൻ്റെ കുക്കർ. ഇതാണ് വലുത് വരുന്നത് കേട്ടോ. ഇതെല്ലാകുമ്പോൾ നമുക്ക് കുറച്ച് ചോറൊക്കെ വയ്ക്കാൻ വേണമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ബിരിയാണിക്കുള്ള അരി വയ്ക്കാനോ ബിരിയാണി വയ്ക്കാനൊക്കെ ആയിട്ട് ഇത്ര വലിയൊരു പാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളായിട്ട് അത് മാത്രം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരുന്നത്. അപ്പോഴാണ് ഭാഗ്യം ഈ പരിപാടി ചെയ്ത് വെച്ചത്. എന്നാൽ പിന്നെ പുതിയതൊരെണ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ കടയിൽ കറികൾ വയ്ക്കാൻ
കൊടുക്കാനായിട്ടും ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയത് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നീ അത് ഷൂട്ടിനൊക്കെ ഉപയോഗിക്കണ്ടല്ലേ, നീ പുതിയത് ഉപയോഗിച്ചോ, പഴയത് എനിക്ക് മതിയെന്ന്. അങ്ങനെ പഴയത് കൊടുക്കണതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാരണമുകൊണ്ടാണ് അവർ പഴയത് എടുത്തിട്ട് പുതിയത് എനിക്ക് തരുന്നത്. അവർക്ക് ആരും കാണിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. അല്ലാതെ നമ്മൾ പഴയത് എക്സ്ചേഞ്ച് ചെയ്യുന്നതല്ല കേട്ടോ. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും നമ്മുടെ കൂടെയുള്ളവരെന്ന് ഞാൻ വിചാരിക്കണു. എന്തായാലും കുക്കറിനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിൻ്റെ ഒരു ലിഡ് എന്ന് പറയുന്നത്. നിറയെ ഓട്ടകളായിട്ടുള്ളതാണ് കേട്ടോ. ഇത് അടച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പ പുഴുങ്ങി അല്ലെങ്കിൽ ചോറ് വാല വയ്ക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് രണ്ടാമത്തെ. ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ലിഡ്. ഇതാണ് കുക്കറിൻ്റെ ലിഡ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് രണ്ടിനും കൂടിയിട്ട് 3 ലിഡ് തന്നെ ഉള്ളൂ. കുക്കറിൻ്റെ ലിഡ് ഒരെണ്ണമുള്ള കാരണം കൊണ്ട് സൈമൾട്ടേനിയസ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കുക്കറിൻ്റെ യൂസിന്, അല്ലെങ്കിൽ നമുക്കത് രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ ഈ കുക്കറിൻ്റെ ചിഹ്നം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റും. അങ്ങനെ കുക്കർ രണ്ടിലും ഞാൻ കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെ അവിടെ ഇരുന്ന് വാടി തുടങ്ങി. അപ്പോൾ നമ്മുടെ അകത്തിച്ചീരിയും അതുപോലെ തന്നെ ഇരുമ്പമ്പുളിയും പിന്നെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകുന്ന നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി പരിപ്പ് കറി. ഇത് ഞാൻ എപ്പോഴും വെക്കുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ വെച്ച കറികളൊക്കെ തന്നെയാണ് വെക്കാറുള്ളത്. ഇവിടെ ആ രുചികളൊക്കെ തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് സിമ്പിളാണ് ഭയങ്കര രുചിയാണെന്നൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട് കേട്ടോ. അതറിയുമ്പോൾ വീണ്ടും വീണ്ടും കാണിച്ചു തരാനായിട്ട് ഒരു പ്രചോദനമാണ്. ഇതാണ് നമ്മുടെ പുതിയ മയോസിൻ്റെ ഈ ഒരു സീരിയൽസ് ഡിസ്പെൻസർ. ഇതിൽ സീരിയൽസ് മാത്രമല്ല എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷെ സംഭവം കിടുകയാണ്. കാണാനും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണാനും ഒരു ഗുമ്മാണെന്ന്. അങ്ങനെ നമ്മൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. പക്ഷേ നാവൊന്നും വഴങ്ങില്ലല്ലോ. കുറച്ച് ദിവസം നമ്മൾ വോയിസ് ഓവർ കൊടുക്കേണ്ടിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു. അങ്ങനെ പുതിയ കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കറി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇവിടെ എന്ത് വേറെ ഐറ്റംസ് ഉണ്ടാക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബിരിയാണി പോലെ അല്ലെങ്കിൽ ഒരു പാൽച്ചോറൂന്നോ തേങ്ങാച്ചോറൂന്നോ ഒക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ ശ്രീകുട്ടന് നോൺ വെജ് നമ്മുടെ സ്കൂളിലേക്ക് അലൗഡല്ല. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് വിടാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം അരി വേവിച്ച് വയ്ക്കും. അതായത് നമ്മുടെ ജീരകശാല അരി കുറച്ചധികം വേവിച്ച് വെച്ചിട്ട് ചില ദിവസം പനീറിൻ്റെ ചോറുണ്ടാക്കി കൊടുത്ത് വിടും, ചില ദിവസം തക്കാളി ചോറുണ്ടാക്കി കൊടുത്ത് വിടും. അപ്പോൾ ഈ ചോറ് വേവിക്ക് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കാലത്ത് 7 മണിയാകുമ്പോഴേക്കും അവന് പോണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഇങ്ങനെ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വലിയ കുക്കറാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഭാഗ്യന് അതൊന്നും പറ്റില്ല, ചോറ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ടാണ് പരിപ്പ് കറി വയ്ക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ജീരകശാല അരി നമ്മളൊന്ന് വേവിച്ച് വയ്ക്കുകയാണ്. കുറച്ച് മുഴുവൻ മസാലയും കുറച്ച് നാളികേരം പാലും ഉപ്പും നാരങ്ങ നീരും കുറച്ച് നെയ്യും മാത്രമേ അതിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. കുറച്ച് പേര് അഗസ്ത്യചീര അരിയുമ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, ശ്രീ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവില്ലേന്ന്. ഞാനിങ്ങനെ തുറന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് മൊത്തത്തിൽ അങ്ങനെ തുറന്ന അരിയില്ല എന്ന് മാത്രം. ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുഴുവൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. പിന്നെ അധികമൊന്നും നമ്മൾ കൂട്ടി വെച്ച അരിയണില്ലല്ലോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഈ ഇറച്ചി മീനൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും കേട്ടോ. ഇറച്ചി മീൻ തിന്നുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രാണി ഒരു വിഷയമാണോന്ന്. പക്ഷേ വിഷയമാണല്ലോ നമുക്ക്. നമ്മളൊരു ഈച്ച വീണ ചായ കുടിക്കും. പക്ഷെ ഒരു ചിക്കനെയും ഒരു പോത്തിനെയൊക്കെ അങ്ങനെ തന്നെ തിന്നുന്ന ആൾക്കാർക്ക് അതൊരു ലോജിക്കായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയില്ല. പോട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഈ നമ്മുടെ അഗസ്ത്യചീര നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പമ്പുളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ചള്ളി ഇരുമ്പമ്പുളി ആയിരുന്നടാ. അതിങ്ങനെ അച്ചാറിട്ട് കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ്. കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു കേട്ടോ, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഇരുമ്പമ്പുളി കഴിച്ചിട്ട് ഒരു കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നു. ഇത് ഡെയിലി ആ കുട്ടി ഇങ്ങനെ ഓരോന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മൾ അച്ചാറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ടല്ലേ കഴിക്കണേ. പിന്നെ അത് വേവിച്ച് കഴിക്കുമ്പോൾ അത്രയ്ക്കധികം അസിഡിറ്റി വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ കുറേ കറിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇത് കഴിക്കണം. അല്ലെങ്കിൽ ഡെയിലി ഇത് കഴിക്കുന്നില്ല. നമ്മൾ അച്ചാറിട്ടിട്ടായാലും ഒരു കഷ്ണമൊക്കെയല്ലേ കഴിക്കണുള്ളൂ. അതും ഡെയിലി കഴിക്കില്ലല്ലോ. വേറെ കുറേ ഫുഡിൻ്റെ പോലെ വെറും വയറ്റിലൊക്കെ കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന പറയണേ. എന്തായാലും പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തിച്ചീരിയും അതിൽ കുറച്ച് നമ്മുടെ പച്ചമുളകും തക്കാളിയും പിന്നെ ഇരുമ്പമ്പുളി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു നമ്മുടെ പരിപ്പിൻ്റെ ഒപ്പം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു നാളികേരവും വെളുത്തുള്ളിയും പിന്നെ ജീരകവും ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചിക്കനാണെന്ന് നമ്മുടെ ജീരകശാല ചോറ് റൈസിൻ്റെ ഒപ്പം. എന്തൊക്കെയാടാ പറയണേ, ഇതിൻ്റെ ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ റെഡിയാക്കണത്. ഇപ്പോൾ ശ്രീകുട്ടന് കുറച്ച് ദിവസം ഇതുമ്പോൾ അങ്ങോട്ട് പൊക്കോളും. ചിക്കൻ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ശ്രീകുട്ടന് വേണം. ഈവൻ പച്ചക്കറി ഉണ്ടെങ്കിലും. ഇനിയിപ്പോൾ നമ്മൾ വാരി കൊടുക്കാമെന്ന് വിചാരിക്കും ഫുഡ്. അപ്പോൾ ആൾക്കൊന്നും വേണമെന്നില്ല. വെറുതെ ഒരു അച്ചാറായാലും ഈ പരിപ്പ് കൂട്ടാനായാലും കഴിച്ചോളൂ.
പക്ഷേ ആൾക്ക് തന്നെ കഴിക്കുമ്പോൾ ചിക്കൻ വേണം. അതൊരു പ്രത്യേക തരം സംഭവമാണല്ലേ. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ട്, അത് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, പിന്നെ കടുക് കാച്ചുക. അത്രേ പരിപാടിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണും, ചിലപ്പോൾ നമ്മുടെ സ്റ്റോറി ടെല്ലിൽ കഥകൾ കേൾക്കും, കുക്കു FM കഥകൾ കേൾക്കും. എത്ര വട്ടം ഞാൻ പറഞ്ഞാലും, അതായത് നമ്മൾ ഇതിലൊക്കെയാണ് ഞാൻ കഥകൾ കേൾക്കണമെന്ന് പറഞ്ഞാലും വീണ്ടും കമൻറ്റ് ബോക്സിൽ നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ചേട്ടന്മാരും അനിയന്മാരും വന്ന് ചോദിക്കാറുണ്ട്, ഇവിടെ നിന്നാണ് ശ്രീ ഈ വക സംഭവങ്ങളൊക്കെ കേൾക്കണേന്ന്. ഇത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് എപ്പോഴും മനുഷ്യ ശബ്ദങ്ങൾ എൻ്റെ ചുറ്റും ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം, അതൊരു അഡിക്ഷനാ. കമല സുരയ്യ നമ്മുടെ മാധവിക്കുട്ടിയുടെ കഥയാണ് കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒറ്റയടി പാതയാണെന്ന് തോന്നുന്നു കേട്ടോണ്ടിരിക്കണത്. 2-3 കഥ അടുപ്പിച്ച് കേൾക്കണം. ഭയങ്കര നാച്ചുറലായിട്ടുള്ള എഴുത്തല്ല ആളുടെ. അപ്പോൾ നമ്മൾ കാച്ചിടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം മാത്രമുള്ള കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ സാധാരണ വെക്കണ പോലെയല്ല വെക്കണം എന്നും നിങ്ങൾക്ക് പരാതിയല്ലേ, ഒരേപോലെയാണ് ശ്രീയുടെ റെസിപ്പി. ഇന്ന് പിന്നെ അതുകൊണ്ട് മാറ്റില്ല. പക്ഷെ എന്നോട് ആരും പറയാറില്ല കേട്ടോ അവനെ പരാതിയായിട്ട് ഒരേപോലെയാണെന്ന്. കാരണം സാധാരണ നമ്മുടെ വീട്ടുകളിൽ എന്നും ചിക്കൻ എങ്ങനെയാണ് വെക്കുക അതുപോലൊക്കെ തന്നെ ഞാനും വെക്കുന്നു. അപ്പോൾ ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുനുകുന അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, അതോടൊപ്പം തന്നെ കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, സവോള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് പൊടികളായിട്ടുള്ള എൻ്റെ ആ ഒരു മസാല ബോക്സ് ഉള്ള കാരണം കൊണ്ടേ അതിലേക്ക് ചിക്കന് വേണ്ട എല്ലാ പൊടികളും ഞാൻ നിറച്ച് വെക്കും. ചിക്കനും പിന്നെ മീൻകറിക്കും ഒക്കെ മീൻകറിക്ക് പിന്നെ ഒക്കെ ഗരം മസാലയൊന്നും വേണ്ട. പക്ഷേ ഈ വക സംഭവങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പാത്രങ്ങൾ 5-6 തുറക്കേണ്ട ആവശ്യം വരില്ല. എന്തൊരു സമയ ലാഭമാണെന്നറിയൂ. അപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇത്രയും സാധനങ്ങളിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കനിലേക്ക് ആ മസാല പിടിച്ച് വന്നപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട്, അതായത് ഇന്നത്തേക്ക് വേണ്ട ചോറ് എടുത്തിട്ട് ഞാൻ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിൻ്റെ വേവ് അടിപൊളിയാണ് കേട്ടോ, കറക്റ്റ് വേവിലാണ് വന്നത്. ഇനിയിപ്പോൾ ഇത്തിരി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം വല്ലപ്പോഴൊക്കെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് സോയാ സോസും കുറച്ച് നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, കെച്ചപ്പല്ല ടൊമാറ്റോ സോസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത്തിരി മാഗി ക്യൂബൊക്കെ പൊടിച്ചിട്ട് ഇതിനൊന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ദം ചെയ്യാൻ വെച്ചൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെന്ന് വേഗം പറയാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ വിളമ്പി അങ്ങോട്ട് കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇതാണ് കഴിച്ചത് കേട്ടോ. ജിമ്മിൽ പോകുമ്പോൾ ഒരു ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, നന്നായിട്ട് വിശക്കുകയും ചെയ്യും. അവിടെ കട്ടപ്പണിയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്താ പറയുക നല്ല ഭംഗിയിലാക്കിയല്ലോ, അതായത് ഉമ്മറം. അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് കുറച്ച് ചെടികൾ മേടിക്കണം എന്ന് വെച്ചിട്ടാണ് പോണത്. ചെടി മേടിക്കും, കുറച്ച് ഈ സൈഡും കൂടെ ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യം. ഇത് മുഴുവൻ ചൂനിയ മുളക്, പപ്പക്കായ നമ്മുടെ അത് കുറച്ച് പൊട്ടിച്ചതാട്ടോ, 3-4 ചൂനിയ മുളക് കാണിച്ചു കൊടുത്താ. എത്ര കിലോ ഉണ്ടാവും കേട്ടാ? 2 കിലോ ഉണ്ടാവും. എൻ്റെ പ്രവാസികളായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഇത് കാണുമ്പോൾ വിചാരിക്കണ്ട, ചൂന്യമുളകൊക്കെ കാണുമ്പോൾ കൊതിയാവണം ശ്രീയേന്ന്. സാരല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചൂന്യമുളകൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി ഒന്നും കൂടെ കൊതിപ്പിക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീനും ചൂനമുളകും നല്ല മാങ്ങയിട്ടിട്ട് ചമ്മന്തി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ രുചി വായിൽ വെള്ളം വരുന്നില്ലേ തന്നെ സംഭവം എനിക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണൂത്തിക്കാണ് പോണത് കേട്ടോ. ഞാൻ എന്നും മണ്ണൂത്തി പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എവിടെയാണ് ശ്രീ ഈ ഒരു ഷോപ്പുള്ളതെന്ന്. ഇത് വെള്ളാനിക്കര സഹകരണ എന്താ ആ ഒരു കോർണറിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റില്ലേ, അതിൻ്റെ മുമ്പിലായിട്ടാണ് ശ്രീ ചേച്ചിയുടെ കടയുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വേറൊരു ഷോപ്പുള്ളത് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരുടെ പേരൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാരണം ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ വക സംഭവങ്ങളൊക്കെ മേടിക്കാറുള്ളത്. ഇവിടെ കണ്ട തൈകളിരിക്കുന്നത് ചീര, പല തരത്തിലുള്ള ചീരയുടെ തൈകളാണിത് കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ഭാഗ്യന് കടയിലേക്ക് കുറേ അലത്ത് കൊടുത്ത സംഭവങ്ങൾ അവിടെ ഹോം പ്ലസിന് മേടിക്കാനുണ്ടായിരുന്നു. കണ്ടോ, 3,30,000.
ഒരു വീട് വയ്ക്കാനുള്ള പൈസ ഉണ്ടല്ലോ മരത്തിന്. അപ്പോൾ നമ്മളിവിടെ വരുന്ന വഴിക്ക് മണ്ണുത്തിൽ തന്നെയുള്ളൊരു സെറാമിക് സെൻറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. സെറാമിക് സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ പോട്ടൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. അവിടെ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും ഒരുപാട് കിട്ടിയില്ല. ഭാഗ്യനാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ചായക്കട ഉണ്ട്, അപ്പോൾ അവിടെ കയറും. അത് ചോദിക്കും ഇവിടുന്ന് പച്ചക്കറി എടുക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 ഇതുപോലത്തെ സംഭവങ്ങളാണ്. എനിക്കിങ്ങനെ നമ്മുടെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെയുള്ള പോട്ടുകൾ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലെത്തിപ്പിക്കും. ശ്രീകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ശ്രീകുട്ടന് കൊടുത്തു. ശ്രീകുട്ടൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ അടിപൊളിയായിട്ടാൽ തന്നെ എനിക്ക് പകുതി സമാധാനവും സന്തോഷവും ഒക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞ് ഇനി അവൻ്റെ യൂണിഫോം ഒന്ന് കഴുകിടാം. ഇന്ന് സന്ധ്യ നേരത്തെ യൂണിഫോം കഴുകാൻ നേരത്ത് ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ കിളികളുടെ ശബ്ദം കേട്ടോ. നല്ല ഗംഭീര വൈബ് അല്ലേ? പക്ഷേ ഈ പരിപാടി ചെയ്യണത് അത്ര വൈബുള്ളതല്ല കേട്ടോ. ശ്രീകുട്ടൻ്റെ യൂണിഫോം കഴുകലേ എൻ്റെ മക്കളെ, അതുമ്പോൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടല്ലോടാ. ആ ഗ്രൗണ്ടിലത്തെ മറ്റേ പൊടിയും മണ്ണും മൊത്തമാക്കി കൊണ്ടുവരും. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നാലും ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കഴുകാനായിട്ട് ചെറിയൊരു വൈബ് ഉണ്ടായിരുന്നു. 3 പാൻറ്റ് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ സ്കൂളിൽ തുറന്നപ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ പാൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കീറി വെച്ചു. പാൻറ്റ് കീറിയാൽ പിന്നെ നമുക്ക് തയ്ക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റും? പാച്ച് വർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് സ്കൂളിലേക്ക് ഇടാനായിട്ട് അലൗഡും അല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പതുക്കെ സ്കേറ്റിംഗ് ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് കൂത്താടി നമ്മൾ പോകുന്നത് നമ്മുടെ സ്കേറ്റിംഗ് ക്ലാസ്സിലേക്കാണ്. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി എടുക്കും കേട്ടോ. പണ്ടും ഞാൻ വണ്ടി എടുക്കുമായിരുന്നു. പക്ഷേ ഭാഗ്യൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് വണ്ടി ഞാൻ അങ്ങനെ എന്താ പറയുക എടുക്കൽ നിർത്തി. ഭാഗ്യൻ്റെ കൂടെ തന്നെയാണ് യാത്ര. പിന്നെ എനിക്ക് തോന്നി നമ്മൾ എന്നും ഒരാളങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല സമയങ്ങളിലും ഈ സമയം നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാ? എത്രയോ ആൾക്കാർ ആരെങ്കിലും മരിക്കുമെന്ന് പേടിച്ചിട്ട് നാളത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളതുപോലെയൊക്കെ തന്നെ ആവണം എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ പതുക്കെ വണ്ടി പുറത്തേക്ക് എടുത്തു തുടങ്ങിയത്. ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ വരെയൊക്കെ ഞാൻ വണ്ടി ഓടിപ്പിച്ച് തന്നെ വരും. ശ്രീകുട്ടനും ബാക്കിൽ ഇരുത്തിയിട്ട് വലിയ കാര്യമായിട്ടുള്ള തിരക്കുള്ള ഒരു വഴികളും നമ്മൾ വരുന്ന ഈ വഴിക്കില്ല. പുത്തൂർ റൂട്ടാണ്, കുട്ടനല്ലൂർ പുത്തൂർ റൂട്ടാണ്. ഒട്ടും വണ്ടികൾ അങ്ങനെ എന്താ പറയുക റഷായിട്ടുള്ളൊരു ഏരിയ അല്ല. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ ടൗണിലേക്കൊക്കെ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളത്. നമുക്കൊരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ ഒരാളിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ചിലപ്പോൾ നമുക്ക് ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഇത് സർവൈവ് ചെയ്യും എന്നൊക്കെയുള്ള തോന്നലുകൾ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ വണ്ടി എടുത്ത് തുടങ്ങിയത്. നിങ്ങളാരെങ്കിലും വണ്ടി എടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പതുക്കെ വണ്ടി എടുത്ത് തുടങ്ങുക. ഒരു പറക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെന്ന് നമുക്ക് തോന്നും. പതുക്കെ ഈ ചിറക് കിട്ടിയിട്ടുള്ള പറക്കണ ഒരവസ്ഥയുണ്ടല്ലോ അത്. അങ്ങനെ ശ്രീകുട്ടൻ്റെ ക്ലാസ്സിൽ 2 മണിക്കൂർ നമ്മൾ ഇരിക്കണം കേട്ടോ. പതുക്കെ വാമപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റുള്ള കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കാറ്റൊക്കെ കൊണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തതാണേ. നമ്മുടെ ആ ചെരുപ്പ് നമ്മൾ ബാറ്റയുടെ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ക്രോക്സിൻ്റെ യൂസ് ചെയ്യാറ്. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു അതൊന്നും മാറ്റി പിടിക്കും ശ്രീ, കണ്ട് മടുത്തുനിന്ന്. അതിൻ്റെ കംഫർട്ടബിൾ കാരണം കൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില ഡ്രസ്സുകൾക്ക് അതങ്ങോട്ട് ചേരാണ്ട് വരുമ്പോൾ എന്നൊക്കെ തോന്നുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. ഒരെണ്ണത്തിൽ മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ പെർമനൻ്റായി പോകുന്ന പോലെ തോന്നും. ഒരു ചേഞ്ച് ഇല്ലാത്ത പോലെ തോന്നും. ഈ ചേഞ്ചുകൾ നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൻ്റെ മാച്ചും വേറെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കടുകുമണികൾ തൊട്ട് വലിയ പിള്ളേർ വരെ ഇതാക്കണ്ടോ സ്കേറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കോ പറ്റിയിട്ടില്ല ആ സമയത്തൊന്നും ഇതുപോലൊന്നും ചെയ്യാനായിട്ട്. നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളതല്ല കേട്ടോ. ശ്രീകുട്ടൻ വാശി പിടിച്ച് എനിക്കിതിന് പോകണം അമ്മ പറഞ്ഞാണ്. സ്കൂളുണ്ട് ഇതിൻ്റെ തന്നെ ക്ലാസ്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് നടത്തറയാണ് അവൻ്റെ സ്കൂളിൽ. അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഭയങ്കര പാടാണ് അവനെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ശനി ഞായറും ഇതുപോലെയൊക്കെ കൊണ്ടുപോകും. പിന്നെ ദിവസങ്ങളിൽ സാർ വിളിക്കാറുണ്ട്, അന്നും കൊണ്ടുപോകും. ഇതിപ്പോൾ 2 ദിവസത്തെ ക്ലാസ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നോട്ടോ. ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ചധികം ക്ലിപ്സ് കിട്ടിയപ്പോൾ അങ്ങനെ ഇവരെല്ലാവരെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മുടെ ശ്രീകുട്ടൻ്റെ യൂണിഫോമൊന്നും ആയിട്ടില്ല. അവൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. 2-3-4 ക്ലാസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്കേറ്റിംഗ് ഷൂ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിഫോമും അവർക്ക് കിട്ടും. ഇപ്പോൾ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കരിക്കുലറായിട്ട് നിൽക്കണമല്ലോ.
അങ്ങനെയാണ് നമ്മൾ സ്കേറ്റിംഗ് ക്ലാസ്സിന് ചേർത്തത് കേട്ടോ. പിന്നെ അവന് ഇഷ്ടമുള്ള കാര്യമാണ് സ്കേറ്റിങ്. പിന്നെ നമ്മൾ പതുക്കെ ഓട്ടോയിൽ തന്നെയാണ് കുട്ടനല്ലൂർ വരെ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കിടിലം അതുപോലെ തന്നെ പെരിഞ്ഞനം ടീമിൻ്റെ ഒക്കെ വട്ടക്കളി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അധികം കാണിക്കാൻ പറ്റില്ല, നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദേശവിളക്ക് ഉണ്ടാവില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഗംഭീര കളിയായിരുന്നു. കൂടെ 2 സ്റ്റെപ്പൊക്കെ ഇടാൻ തോന്നിയിട്ടുണ്ടെങ്കിലും വീട്ടിൽ ഇതിന് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസത്തേക്കുള്ള പരിപാടികൾ ചെയ്ത് വയ്ക്കാം. ഇതാണ് എൻ്റെ മസാല ബോക്സ്. ഞാൻ പറയാറില്ലേ, എല്ലാ ശനിയാഴ്ച ആകുമ്പോഴും ഞാൻ ഈ മസാല ബോക്സ് ഒന്ന് റീഫിൽ ചെയ്ത് വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ മുളക് പൊടിയൊക്കെ കഴിഞ്ഞു പോകും, പക്ഷേ മല്ലിപ്പൊടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിഞ്ഞു പോകാറില്ല. മുളക് പൊടി മഞ്ഞപ്പൊടിയാണ് പിന്നെ എത്ര അധികം കഴിയാറുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. ചിലർ പറയാറുണ്ട് നമ്മൾ മസാലകൾ ഇടുമ്പോൾ ഇതിൻ്റെ മണം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവണമെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. എനിക്കിനി തോന്നാഞ്ഞിട്ടാണോ എന്നറിയില്ല. ചേച്ചിമാർ പല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായിട്ട് പിന്നെ ശ്രദ്ധിക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം നാളായി യൂസ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ മസാല ബോക്സ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. ഇത് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എയർ ടൈറ്റ് ആണേ. സംഭവം നിലത്ത് വീണാൽ ഒന്നും താഴെ പൂവ് ചിന്തി ചെതറി ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ കൂട്ടാൻ ഇളക്കുമ്പോഴൊക്കെ എപ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തുറന്ന് അതുമ്പോൾ ചെറിയ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പൊടികൾക്കൊക്കെ. അപ്പോൾ ബെറ്റർ കുറച്ച് നമ്മുടെ മസാല ബോക്സിൽ ഇട്ടിട്ട് അത് കഴിയുമ്പോൾ റീഫിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഇത് മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനി മര വേണ്ട, അത്യാവശ്യം നമുക്ക് ഉപ്പും അതുപോലെ തന്നെ വേറെയുള്ള ഭാഗങ്ങളും പാത്രങ്ങളും ഒക്കെ ആ ഒരു വലിപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. 2 മസാല ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. 2ലും വ്യത്യസ്ത തരത്തിലുള്ള പൊടികൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ചായ വെക്കുന്ന സമയത്ത് ഏലക്കായ ഇഞ്ചിയും ചുക്കൊക്കെ പൊടിച്ച് ഞാൻ വെക്കും. അതിട്ടിട്ട് ഞാനൊരു ചായ വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയാണിത്. ഇതുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചായ മിക്സ് എന്ന്. പിന്നെ കടുക്, പിന്നെ ചായയുടെ ഇല, ചായപ്പൊടി, ചായലിനല്ലേ 2 ദിവസം സെയിം അല്ലേന്ന്. ഈ വക സംഭവങ്ങളൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാത്രങ്ങൾ മൊത്തം വലിപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാത്രങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അച്ചാറിട്ട് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഫുഡ് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക്കാണ്. ഇത് നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ കുമിൻ സീഡ്, ഇത് ഫെനൽ സീഡാണ് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മീൻ കൂട്ടാൻ വെക്കുന്ന സമയത്താണ് കൂടുതൽ ഞാൻ കാശ്മീരി ചില്ലിയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ 2 മസാല ബോക്സിന് അടുപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം തുറന്നാൽ തന്നെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. അത് കാരണം എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഒരു കബോർഡ് വെക്കണമെന്ന് പറയും, തുറന്ന് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ കബോർഡുകളുടെ ഉള്ളിൽ തന്നെ പാത്രങ്ങൾ വെക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മസാല ബോക്സ് അറേഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 2 മസാല ബോക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം പോകുന്നതാണ് ഈ ഗരം മസാല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്നാണ് കൂടുതലും ബൾക്കായിട്ട് സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ ഫഹദിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് എടുക്കാറുണ്ട്. ബേക്കറിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളപ്പോഴാണ് ഞാൻ നമ്മുടെ ബെസ്റ്റ് ബേക്കേഴ്സിലേക്ക് പോകാറ്. തൃശ്ശൂർ നമ്മുടെ പള്ളിക്കുളത്തിൻ്റെ അടുത്തുള്ളത്.
അവിടെ നിന്ന് 100 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 3-4 മാസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ് ചെയ്യാറ്. മസാല കൂട്ടി ഇടുമ്പോഴാണ് ബാക്കിയുള്ള പൊടികൾക്ക് അതിൻ്റെ ഒരു മണം വരുന്നതെന്ന് പ്രത്യേകം കമൻറ്റ് ബോക്സിൽ ചേച്ചിമാർ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാല മാത്രം വേറെയിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ 2 മസാല ബോക്സ് ഇരിക്കുന്നത് കേട്ടോ. അതിലിനി സ്ഥലമൊന്നും ഇല്ല വെക്കാൻ വേണ്ടിയിട്ട്, അതായത് കള്ളികളില്ല ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേറൊരു ബോക്സിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. വേറൊരു മസാല ബോക്സ് പോലത്തെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് അടപ്പ് എന്താ പറയുക, ഭയങ്കര എയർ ടൈറ്റ് അല്ല. പിന്നെ മാത്രമല്ല ഇതിങ്ങനെ എന്താ പറയുക, വേറൊരു ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കണ്ടോ. അച്ചാറിട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ സ്നാക്സ് നമ്മുടെ നട്ട്സ് ഇട്ട് വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് നോക്കി, പിന്നെ എനിക്ക് തോന്നി ഇത് ശരിയാവില്ലായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു, അമ്മ ഈ മസാല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണം വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. മസാല നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു പാത്രമൊക്കെ തുറക്കാന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മടിയായേ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഇഞ്ചി ഇടും, ഇതുപോലെ കുറേ ഉള്ളി അരിഞ്ഞ് വെക്കും. അപ്പോൾ എന്നും നമ്മൾ ഉപ്പേരി കൂട്ടാൻ വെക്കുക എന്തെങ്കിലും, അപ്പോൾ അതിലേക്കാണ് കൂർക്ക, പയർ, ഇതൊക്കെ അമ്മ നന്നാക്കി കൊടുത്തയക്കുക ചെയ്യാറ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി നമ്മൾ ധാരാളം യൂസ് ചെയ്യും. എനിക്ക് ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ള കാരണം കൊണ്ട് ചെറുള്ളി നമ്മൾ ധാരാളം യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ പ്രാവശ്യം ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് അടിച്ചു വയ്ക്കാറുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ശ്രീകുട്ടൻ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ടിഫിൻ ബോക്സ് അവൻ കഴുകി വെക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അവനോട് വർത്തമാനം പറഞ്ഞിരിക്കണം. എൻ്റെ ഇടയിലെ പച്ചമുളകും വേപ്പിൻ്റെ ഇല അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പച്ചമുളകൊക്കെ തണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് ജാറിലാക്കി വെക്കാറാണ് പതിവ്. കുറേ ദിവസം ഇരിക്കും. ഇപ്പം നമ്മുടെ ഇവിടെ പച്ചമുളകൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ചൂനിയമുളകും അതുപോലെ തന്നെ നല്ല കാന്താരി മുളകും വെള്ളമുളകും ഉണ്ടമുളകും ഒക്കെ കിട്ടും. എങ്കിലും നമ്മൾ കുറേയൊക്കെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവയ്ക്കും. അഥവാ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പാതിരാത്രിയൊക്കെ നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, ചുറ്റും നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഞാനിട്ട് ഇളക്കണമായിട്ട് നിങ്ങൾ ആരും ഇട്ട് ഇളക്കണ്ട. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. പിന്നെ നമുക്കത് അങ്ങോട്ട് ശീലമായ കാരണം കൊണ്ട് നമ്മളങ്ങനെ പ്രായമായ കുക്കിങ്ങളൊക്കെ ചുമ്മാതാട്ടോ. എനിക്ക് നല്ല എരിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ സംഭവങ്ങളായിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അങ്ങനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് തള്ളി നിൽക്കാം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി നന്നാക്കി വെക്കും. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഈ മീൻ കൂട്ടാനിലേക്കൊക്കെ നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ ക്യൂബ്സ് എല്ലാം ഇടുക, അല്ലെങ്കിൽ നമ്മൾ നീളം കഷ്ണങ്ങളാക്കിയിട്ടല്ല അരിഞ്ഞിടുക. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് ഒന്നിലേക്ക് ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെക്കും. കട്ട് ചെയ്ത് വെക്കാറില്ല, കൂടുതലും വലിയ പീസായിട്ട് വെക്കുക തോല് കളഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടം അനുസരണം ഒന്ന് എടുത്ത് കട്ട് ചെയ്തിടല്ലേ വേണ്ടു. ഇവിടെ വലിയ വെളുത്തുള്ളി ഞാൻ മേടിക്കുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നമുക്കത് അതിങ്ങനത്തെ മണ്ടക്കാച്ചിയില്ലേ, അത് നമുക്കിതിങ്ങനെ തോല് കളഞ്ഞ് നമുക്കിതുപോലത്തെ ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെക്കാം. ഇതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. 110 രൂപയാണ് അതിൻ്റെ വില ഉണ്ടായിരുന്നത്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു ദിവസം നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പണിയുള്ളവരാണെങ്കിലും പണിയില്ലാത്തവരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചോടാം. ബാക്കി സമയങ്ങളിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ചെടി നടാനോ, ഒന്ന് മാനിക്യൂർ ചെയ്യാനോ, പെഡിക്യൂർ ചെയ്യാനോ, തലയിൽ ഇത്തിരി എണ്ണ ഇടാനോ, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് വാക്സ് ചെയ്യാനോ, ഒന്ന് ഐബ്രോ ചെയ്യാനോ ഒക്കെ നമ്മുടേതായിട്ടുള്ള സമയം ഉണ്ടാവുമല്ലോ, അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് വേണ്ടിയും നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തണം. ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ സ്റ്റോപ്പായി നിൽക്കുകയില്ല. അത് കാരണം കൊണ്ട് നമ്മളെ സ്നേഹിച്ചിട്ട് ബാക്കിയുള്ള സമയം ബാക്കിയുള്ള ആൾക്കാരെ സ്നേഹിച്ചാൽ മതി. കാരണം അവരെ സ്നേഹിച്ചിട്ടുള്ള സമയം നമ്മളെ സ്നേഹിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചോറ് അതൊരു പാത്രത്തിലാക്കി, പിന്നെ നമ്മൾ ഇറച്ചിച്ചോറ് കുറച്ച് പാത്രത്തിലാക്കി, പിന്നെ ഇന്ന് വൈകുന്നേരം കഴിക്കാനുള്ളത് വേറൊരു പാത്രത്തിലാക്കി. അതാകുമ്പോൾ നമ്മളെല്ലാം കൂടി മെസ്സാക്കി വെക്കില്ല, പെട്ടെന്ന് കേടാവില്ല. ഇത് നമ്മൾ ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും അരച്ച് വയ്ക്കുന്നതാണ്. ഇഡ്ഡലിക്കുള്ളത് ഞാൻ നാളെ മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കുകയുള്ളൂ. അതിനുള്ളത് നമ്മൾ വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. പിന്നെ ദോശയ്ക്ക് കുറച്ചധികം ദിവസം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഒരു ദോശ, 2 മുട്ട ബുൾസൈ ഉണ്ടാക്കിയത്, കുറച്ച് വെജീസ്, അങ്ങനെയാണ് കഴിക്കുക. കാലത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഗ്ലാസ് പാല്, അതിലെന്തെങ്കിലും കാപ്പിപ്പൊടി ഇട്ടിട്ട്
മധുരമൊന്നും ഇടാണ്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു റുട്ടീൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് നിങ്ങൾ ആദ്യം തന്നെ പറയൂ. ജിമ്മിൽ പോയിട്ടും ഡയറ്റ് എടുത്തിട്ടും ഒക്കെ എൻ്റെ പീരിയഡ്സ് അടിപൊളിയായിട്ട് റെഗുലറായിട്ട് പോകുന്നുണ്ട്. പണ്ടും റെഗുലറായിരുന്നു, പക്ഷേ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഇപ്പോൾ ബ്ലീഡിങ് ഒക്കെ ഒരു 4 ദിവസത്തേക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും പണ്ടത്തെക്കാൾ വിട്ട് ജിമ്മിന് പോകുന്നതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് ഭാഗ്യം എന്തോ ഓങ്ങലിൽ നിന്ന് മേടിച്ചു പോകണമെന്നുള്ള കുറച്ച് ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ അന്നത്തെ ദിവസത്തെ പരിപാടികൾ, ഒരാഴ്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ലൊരു ദിവസം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് തീർത്ത, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ഒരു ദിവസം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.